ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ഐറ്റത്തിന് എല്ലാം ഇഞ്ചി വെളുത്തുള്ളി ചേർത്താണ് നമ്മൾ എല്ലാ ഐറ്റം ഉണ്ടാക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി മെയിനാണ്. ആൾക്കാർക്ക് വയറിനൊന്നും പ്രശ്നം ഉണ്ടാകാതെ ഇഞ്ചിയൊന്നും അളവൊന്നും കുറയ്ക്കുന്നില്ല. വില കൂടിയെന്ന് വെച്ചിട്ട് ക്വാണ്ടിറ്റി ഒന്നും കുറയ്ക്കുന്നില്ല. കറക്റ്റ് അളവ് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ പരുവത്തിലാക്കിയിട്ടാണല്ലോ പിന്നെ ചതച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചേർക്കാം. രണ്ട് തൊണ്ടൻ മുളക് സാധാ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത്ര മതിയോ? കുറച്ച് മതി. ഇതിനൊക്കെ അളവ് കുറച്ച് മതി. നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. തോരൻ എണ്ണ ഒഴിച്ച് ഉപ്പ് എടുക്കണം. ഞാൻ ഫ്രൈ തൊടുന്നില്ല, കാരണം അളവ് മാറും. അല്ലേ ഇവിടെ പോയി ഞാനെടുത്ത് ഇടാറുണ്ടല്ലേ? ഇത് ഇത്ര വലുതൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെറുതെ. പോത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചാണ് ഇടാറ്. അത് നമുക്ക് നല്ല കറുത്ത കളർ കിട്ടണം. അപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അതൊരു മഞ്ഞ കളറായി പോകും. പോത്തിന്റെ മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മള് സവാള ഒഴിച്ചല്ലേ? സവാള ഇട്ടില്ല. ഇന്നത്തെ എന്റെ കൈപ്പിന്റെ കൂടി ചേർത്ത് ഇതിൽ നമുക്ക് പോത്തെടുക്കട്ടോ. ഇനി പോത്ത് എല്ലാം ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം മിക്സ് ആയിട്ടുണ്ട്. സവോള ചേർത്ത് ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പോത്തിറച്ചി ചേർക്കാം. പോത്തിറച്ചി ഇനി ഒരു ചട്ടും കൂടെ എടുത്തുണ്ടോ? കുറച്ചുകൂടെ ഉണ്ടോ? അടി താത്ത് ഇളക്കി മറിച്ചിടും. ഇങ്ങനെയാണ്. നമുക്ക് ഇനി ഇത് അടച്ചിടാം. അടച്ചിട്ട് അടുത്ത് ഡക്കിന്റെ എണ്ണ ചൂടായി തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. താറാവ് എന്താണെന്ന് എല്ലാരും സമ്മതിക്കണം. ഈ ചേച്ചിമാരൊക്കെ മൊത്തം സമ്മതിക്കില്ല. താറാവിൻ്റെതാണ്. അത് തോരൻ, ചിക്കൻ തോരനുള്ളതാണ്. അത് താറാവിൻ്റെത് ഇട്ടോ. താറാവിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വഴറ്റിയ ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തു. അപ്പൊ ഇതില് നമുക്ക് ഉപ്പും മഞ്ഞളും ചേർക്കാം. ഉപ്പും മഞ്ഞളും സവോള എല്ലാം മിക്സ് ആയ ശേഷം നമുക്ക് ആ താറാവിന്റെ എല്ലാം റെഡിയാക്കി പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ തൂവലെല്ലാം കരിച്ച സ്കിന്ന് കളയാത്ത താറാവാ. ആ താറാവിന്റെ ഇറച്ചി ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് നേരത്തെ നമ്മൾ കണ്ടില്ലേ, പോത്ത് ബീഫ് എല്ലാം കണ്ടില്ലേ, അതുപോലെ ഇതും നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കുക. ഇതിന്റെ വെള്ളം തന്നെ ഇതില് നിങ്ങൾ വെള്ളം ഒഴിക്കാറില്ല. അപ്പം ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് നിന്ന് വേഗം ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഊറി ഇറങ്ങും അല്ലേ? വേണം ഇത് സീക്രട്ട്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ തോരൻ്റെ ഉള്ളി ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ തോരന് പ്രത്യേകം ചെറുതായി കട്ട് ചെയ്ത ഇറച്ചിയാണ് ചിക്കൻ. കുഞ്ഞു പീസായിട്ട് തന്നെ, മറ്റുള്ളതിനേക്കാളും തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത പീസാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഉണ്ടാ ചിക്കൻ തോരൻ ചെറിയ പീസാണ്. ഉണ്ടാ കുഞ്ഞു പീസായിട്ട്. ഇതിൽ കൂടുതൽ മാംസം അധികം ബോണൊന്നും ഇല്ലാതെ ബോൺലെസ് ആക്കി അധികം അങ്ങനെ ചെയ്യുന്നത്. കുഞ്ഞു പീസാക്കി കൂടുതലാണ്. അത് അതിലോട്ട് ചേർക്കാം നമുക്ക്. ഉള്ളിയുടെ ഇതെല്ലാം തൂക്കമാണ്. 1/2 കിലോ, 1/4 കിലോ, 1 കിലോ ആ ക്രമം. നമുക്കിപ്പോൾ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നേക്കാളും 1/4 കിലോ അത് കസ്റ്റമേഴ്സിന് ഇപ്പോൾ അറിയാം, കൂടുതലും അറിയാം. പുതിയ ആൾക്കാർ വരുമ്പോൾ ചോദിക്കും നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ 1/4 കിലോ, 1/2 കിലോ ആണ്, അങ്ങനെ കിലോ കണക്കാണ്. ഡക്ക് റോസ്റ്റിന് പൊടി ഇടാൻ പോകുന്നു. അപ്പോൾ ഡക്ക് റോസ്റ്റിന് നമുക്ക് ആദ്യം സാധാരണ ചേർക്കുന്ന ചുവന്ന മുളക് പൊടി ആവശ്യത്തിന് എടുക്കാം. നമുക്ക് ഓരോന്നിനും ഓരോ ഭാഗമുണ്ടല്ലോ, അത് ആവശ്യത്തിന് ചേർക്കാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. മല്ലിപ്പൊടി നമ്മുടെ ഐറ്റംസിന് ഇത്തിരി കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി കൂടുതൽ എരിവ് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ചാലേ കുരുമുളക് കൂടെ ആകുമ്പോൾ അതിൻ്റെ എരിവ് കറക്റ്റ് മിക്സ് ഇതായുള്ളൂ. അല്ലാതെ നമ്മൾ ചുവന്ന മുളക് കൂടുതൽ ചേർത്ത് മല്ലിപ്പൊടിയും ചേർത്തിട്ട് പിന്നെ അത് ചേർക്കുമ്പോൾ എരിവ് കൊടുക്കും.
അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി, ഡക്കിന് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഇല ചേർക്കുന്നുണ്ട്. ഇല ഇതോടൊപ്പം ചേർത്ത് അതിലിടാൻ കറിവേപ്പില. നമുക്ക് ഡക്കിൽ നമ്മൾ മെയിൻ ചേർക്കുന്ന കറിവേപ്പില മാത്രമേ ചേർക്കാവൂ. വേറെയുള്ള ഐറ്റംസ് മല്ലിയിലയും പുതിനയിലൊന്നും ചേർക്കാറില്ല. കറിവേപ്പില മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി ഇതിനോടൊപ്പം പൊടിയിടാം. ഡക്കെല്ലാം വെന്ത് പാകമായി വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡക്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി പാകമായിരിക്കാണ്. ഇട്ടാൽ മതി. ഇത് നല്ലവണ്ണം ഇളക്കി. അപ്പോൾ ഇതിലെല്ലാം മസാലയും ചേർത്തത് നല്ല ഡ്രൈ ആകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. വരണ്ട് വരണം. നല്ല ഡ്രൈ എന്ന് വെച്ചാൽ എന്താന്ന് പറയാ, നല്ല വെള്ളമൊന്നും ഇല്ലാത്തൊരു ഇതെത്തണം. എന്നാല് ഈ അടുക്കി ഈ കരിഞ്ഞു പിടിക്കുന്ന ആ ഒരു സംഭവം വരരുത്. അല്ലാതെ തന്നെ നമ്മൾ ഇളക്കി അതിന് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അവിടെ നമുക്ക് ചിക്കൻ തോരനായിട്ടുണ്ട്. അതും ലാസ്റ്റ് ഘട്ടത്തിൽ കിടക്കുന്നത്. അതൊന്ന് ഈ തേങ്ങയും ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്, അതിൻ്റെ ഈർപ്പം എല്ലാം മാറണം, അല്ലെങ്കിൽ ചീത്തയായി പോകും. പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനം വെച്ചാൽ പച്ച ഉള്ളി ചേർക്കുന്നതാണ്. അപ്പോൾ ആ തേങ്ങയും ഒക്കെ പെട്ടെന്ന് പോകുന്ന സാധനം നമുക്ക് പെട്ടെന്ന് ഒളിപ്പുണ്ടാകുന്നതാണ്. അപ്പോൾ അത് നല്ല ഈ തീയിൽ കിടന്നിങ്ങനെ ഇതിൻ്റെ ഈർപ്പം എല്ലാം മാറി നല്ല ഡ്രൈ ആയി വരണം. അപ്പോൾ എത്ര നേരം വെച്ചിരുന്നാലും സംഭവമൊന്നും ചീത്തയാകത്തില്ല. എത്ര രാത്രിയിലെടുത്താലും 11 മണി കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നുള്ളൂ. അപ്പോൾ അതിനെല്ലാം ഒരു പരുവുണ്ട്. ഇല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് മസാല ചേർത്ത് അടുപ്പത്തുനിന്ന് പെട്ടെന്ന് വാങ്ങി വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ സംഭവം കേടായിപ്പോയി. അപ്പോൾ അതിനെല്ലാം അത്രയും സമയം എടുത്ത് ഇതെല്ലാം ഡ്രൈ ആക്കി എടുക്കും. ചിക്കൻ കറി നമ്മൾ മസാലയെല്ലാം അതിൻ്റെ മസാലക്കൂട്ടെല്ലാം ചേർത്ത് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇത് എല്ലാ സൈഡും തിളച്ച് നല്ലവണ്ണം റെഡിയായ ശേഷമേ നമുക്ക് എടുക്കാവുള്ളൂ. എടുക്കാവുന്നത് തന്നെ കോരി എടുക്കുന്ന പരുവാണ്. എല്ലായിടം തിളച്ച് വരണം, മൊത്തം തിളച്ച് വരണം. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇലയും എല്ലാം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനിടയ്ക്ക് ഓടിക്കളഞ്ഞില്ലേ അന്നേരം? ഞാൻ നമ്മുടെ സംഭവം അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പൊടിയെല്ലാം നേരത്തെ ചേർത്തു. അപ്പോൾ ഇതെല്ലാം തിളച്ച് വരുന്ന ഭാഗമാണ്. ചിക്കൻ തോരൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകും. അങ്ങനെയുണ്ടോ? ചിക്കനൊക്കെ സ്മൂത്തായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കുന്നല്ലേ എല്ലാം പീസ്. അങ്ങനെ പറഞ്ഞാ പോരാ. ചിക്കൻ പുരട്ട് എല്ലാം നിങ്ങൾ മുങ്ങിയ സമയത്ത് നമ്മളെല്ലാം കോരി പാത്രത്തിലാക്കി ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ തരാം. നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? നമ്മൾ പരുവപ്പെടുത്തി അതിനെ ഫ്രൈ ആക്കിയൊക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ മസാല. ഇതിന്റെ കൂടെ കഴിക്കാനൊന്നും വേണ്ട, മാത്രം മതി, ചിക്കൻ മാത്രം മതി. കഴിച്ചോണ്ടിരുന്ന പോകും. പോത്തെല്ലാം നല്ല വെന്ത് പാകമായി കിടക്കണം. അപ്പോൾ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല അതിനോടൊപ്പം ചേർക്കാം. പൊടിയും ചേർത്ത് ഇലയും ഉണ്ടാവും. ഇത് ഇനി മിക്സ് ചെയ്ത് ഈ മീറ്റിൽ മസാല പിടിച്ച് വരണം. നമ്മൾ താറാവിന് നോക്കിയില്ലേ, താറാവിൻ്റെ തേങ്ങാപ്പാലും മസാലയെല്ലാം അതിൽ എല്ലാം ആ ഉള്ളി എല്ലാം മിക്സായി നല്ല കുഴഞ്ഞതില്ലേ, അതുപോലെ ഇതും നല്ല ഡ്രൈ ആക്കിയ ശേഷമാണ് നമ്മളിതിന് പാകത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല ഡ്രൈ ചെയ്ത് ഇത് പോത്ത് ഉലർത്തെന്ന് പറയും. പോത്ത് ഉലർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ അത് നല്ല ഡ്രൈ ആക്കിയാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ചേർത്തതേ ഉള്ളൂ. ഇനി ഒരു അരമണിക്കൂറോളം നമുക്ക് കൂടുതൽ സമയം ഇളക്കി വയ്ക്കാം. കണ്ടല്ലോ, ഇത്രയും വിഭവങ്ങളും ബാക്കിയെല്ലാം ഇവരുണ്ടാക്കി. ശരിക്കും സ്വന്തം വീട്ടിൽ ബാക്കിയുള്ളവർക്ക് മെമ്പേഴ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഔട്ട്ലെറ്റുകളിൽ കൊണ്ടുപോയി പാഴ്സൽ കൊടുക്കുന്നു. ചേച്ചി എവിടെയൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട്? ഞങ്ങളുടെ വീടിനോട് ചേർന്ന ഒരു കൗണ്ടറുണ്ട്. പിന്നെ തിരുമല, പൂജപ്പുര, പാളയത്തുണ്ട്, പിന്നെ മുറിഞ്ഞപാലം.
അങ്ങനെ എല്ലാ 4 സ്ഥലത്തുണ്ട്. 4 സ്ഥലത്തുണ്ട്. എല്ലാ കൗണ്ടറിലത്തേക്കും എല്ലാ ഔട്ട്ലെറ്റിലേക്കും പോകുന്നത് ഇവിടെ ഈ കിച്ചൺ റെഡിയാക്കിയുള്ള ഫുഡാണ് പോകുന്നത്. പിന്നെ പൊറോട്ട, ദോശ എല്ലാം അതാത് കൗണ്ടറിലും. പിന്നെ ഫ്രൈക്കുള്ള ഐറ്റംസ് ഓൾറെഡി ഫ്രൈ എല്ലാം മിക്സ് അവിടെ പോയിട്ടാണ് ഇവിടുന്ന് അവിടെ പോയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ചൂടായിട്ട് കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഫ്രൈ അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് മിക്സ് ചെയ്ത് കൂടെ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ നമ്മള് ആവശ്യത്തോട് എന്താ പറയാ ഇഷ്ടത്തോട് കൂടിയൊക്കെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റാണ്. ഇതിന്റെ ഗ്രേവി ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഗ്രേവി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എപ്പോ വേണമെങ്കിലും ചെന്ന് ഈവനിങ് ഉള്ളൂ അല്ലെ, ഈവനിങ് മാത്രമേ ഉള്ളൂ ചെന്ന് നമ്മുടെ ജിത്തു ജോജി അവിടെ ഹോംലി ഫുഡാണ് ഞങ്ങളുടെ ഹോംലി ഫുഡ്. കണ്ടില്ലേ, ഞങ്ങൾ പറയുന്ന മാത്രമല്ല ആണല്ലോ, ഹോംലി ഫുഡാണ്. കെമിക്കൽസോ കളറോ പിന്നെ അജിനാമോട്ടോ ഒരു സാധനം വെച്ചാൽ ഈവൻ വിനാഗിരി പോലും ചേർക്കുന്നില്ല. കണ്ടില്ലേ, ബീഫും പോത്തും എല്ലാം അത്രയും സമയം എടുത്ത് വേവിച്ചെല്ലാം റെഡിയാക്കുന്ന കണ്ടല്ലോ. കണ്ടാണ് മനസ്സിലാക്കേണ്ടത്, കണ്ട് മനസ്സിലാക്കി ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി. അപ്പൊ എല്ലാരും വരിക, പോത്ത് ടേസ്റ്റ് ചെയ്യാം, കാണുക മാത്രമല്ല കഴിക്കുക. നിങ്ങളും വരിക. ഔട്ട്ലെറ്റ് 4-5 ഉണ്ട്. ഫാമിലി ഫുഡ്, നാടൻ എല്ലാം നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കി നാടൻ ഫുഡ് കൊച്ചു പിള്ളേർക്ക് എല്ലാവരും കൊടുക്കാം. അപ്പോൾ പ്രായം ചെന്നവർക്ക് വയസ്സായവർക്ക് എന്ന് വെച്ചാൽ ഒത്തിരി ഏജ് കൂടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ദഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫുഡ് 100% കഴിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നാടൻ രീതിയിൽ നാടനായിട്ട് സിംപ്ലി നാടനായിട്ട് വെച്ചാൽ സിംപ്ലി നാടൻ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.